നമസ്കാരം. ജിഹാദ് എന്നാൽ അത് ഒരു സമരനിരന്തര ജീവിതമാണ്, അല്ലാതെ കാഫറുകൾ അല്ലെങ്കിൽ അവിശ്വാസികളെ കൊല്ലുന്നതല്ല എന്നാണ് അടുത്തിടെയായിട്ട് ഒരു പ്രവാചക പറഞ്ഞത്. ദിവ്യായ സയ്യറാണ് അത് പറഞ്ഞത്. അപ്പം ദിവ്യായ സയ്യർ ഒന്ന് സിഡ്നിയിലേക്ക്, ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബൗണ്ടി ബീച്ചിലേക്ക് നോക്കിയാൽ അവിടെ ഐസിസിൻ്റെ പ്രവർത്തകർ എങ്ങനെയാണ് ഹനുക്കയുടെ ആദ്യ ദിവസം അവിടുത്തെ ജൂതന്മാരെ കൊന്നു തള്ളിയതെന്ന് മനസ്സിലാവും. സാജിദ് അക്രവും അയാളുടെ മകൻ നവീദ് അക്രവും ചേർന്ന് എങ്ങനെയാണ് ആ പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചത്തേക്ക് വെടിയുതിർത്തതെന്ന്. നിഷ്കളങ്കരായ ആ മനുഷ്യർ മറ്റു മനുഷ്യരെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്ന, ചിലപ്പോൾ അബദ്ധത്തിന് വെടിപൊട്ടിയതാകാനും ഒരു ഇടയുണ്ട്. പക്ഷേ ദിവ്യായ സയ്യർ ഇത് പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത്, ദിവ്യായ സയ്യർ തന്നെ ഇപ്പോൾ വലിയ രീതിയിലൊരു നരകത്തിലാണ് ജീവിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നരകം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് ഈ കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പോലും കാഫിറായി തുടരുന്നവർക്കാണ് വലിയ നരകം ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ കലീമ ചൊല്ലി ഇപ്പം തന്നെ അതിലേക്ക് പോവുക എന്നതാണ്. അല്ലെങ്കിൽ വലിയ നരകത്തിലേക്ക് എത്തിപ്പെടേണ്ടി വരും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തലെന്ന് മനസ്സിലാക്കാതെയാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. കാരണം കഴുത്ത് കാണിക്കുന്നവരെയും ശരീരഭാഗങ്ങൾ തലമറയ്ക്കാത്തവർക്കും വലിയ രീതിയിലുള്ള നരകമാണ് ഇസ്ലാമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരം നരകങ്ങളെക്കുറിച്ച് അറിയാത്ത ആൾക്കാരല്ല ഇപ്പോൾ ഈ ദിവ്യായ സയ്യറിൻ്റെ പ്രസംഗം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പോലും. പക്ഷേ ആൾക്കാർക്കിടയിൽ ഒരു പിന്തുണ ലഭിക്കുക, ഇവരെല്ലാവരും ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുന്ന ജിഹാദാണ്. യഥാർത്ഥത്തിൽ ഡിഫെൻഡ് ചെയ്യുന്ന ജിഹാദല്ല, ഒഫൻസിലേക്ക് അങ്ങോട്ട് ചെന്ന് ആക്രമണം നടത്തുന്ന ജിഹാദാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു ജിഹാദിനാണ് കൂടുതൽ സ്വർഗം ലഭിക്കുന്നതെന്ന് 9:7-3 വാക്യത്തിൽ 9-ാം അധ്യായത്തിൽ 9:73 തന്നെ പറയുന്നുണ്ട് ഈ കാര്യം. എവിടെയാണ് കൂടുതൽ സ്വർഗം കിട്ടുന്നത്? അതായത് ഒരു ജിഹാദ് ചെയ്യുന്നത് യുദ്ധത്തിനിടയിൽ സംഭവിക്കുന്ന ജിഹാദിനാണോ, അതോ ഇത്തരത്തിലുള്ള ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് സ്വയം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ജിഹാദിനാണോ എന്ന് കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം അത്തരമൊരു കാര്യങ്ങളെക്കുറിച്ച് അറിയാതെയല്ല, സ്വയം ഒരു സിമ്പതി തോന്നി ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഹസനുൽ മന്നയെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മൗദൂദിയെക്കുറിച്ചോ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചോ ഒക്കെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്തായാലും കോൺഗ്രസിനെ കയറി ബാധിച്ചിട്ടുണ്ട്. ആ ബാധ ഈ പറഞ്ഞ പ്രവാചകയിലേക്കും കയറിയതാണോ എന്നും അറിയില്ല. കാരണം അവർക്ക് ഈ ബാധ അല്ലെങ്കിൽ ഈ ഒരു പകർച്ചവ്യാധി വരാൻ വളരെ എളുപ്പമാണ്. ആ ഒരു തരത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ബാധ കയറി വരാനുള്ള ഇടയുണ്ട്. അത്തരത്തിൽ ഇതിനെയൊക്കെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു വരുന്ന കുറേയധികം മനുഷ്യരുണ്ട്. കാരണം ആ ഭാഗങ്ങളിലെ സ്ത്രീകൾക്ക്, അതായത് ജിഹാദ് നടത്തപ്പെട്ടതിന് ശേഷം അന്യമതസ്ഥരായി അവിടെ കഴിയുന്ന, ഈ പ്രദേശങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് സ്ത്രീയായ ദിവ്യായ സയ്യർ മനസ്സിലാക്കേണ്ടത്. ആ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഭരിക്കുന്ന ഇടങ്ങളിലെ യസീദി പെൺകുട്ടികൾക്ക്, കുർദുകൾക്ക്, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക്, ഇവരൊക്കെയും ലൈംഗിക അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇത്തരം പ്രദേശങ്ങളിലെല്ലാം. നമ്മുടെ നാട്ടിലെ ചരിത്രം തന്നെ 1921 ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. മതം മാറാത്ത അവിടങ്ങളിലൊക്കെ ജീവിക്കുന്ന ഹിന്ദു സ്ത്രീകളുടെ അവസ്ഥ, ഹിന്ദു പുരുഷന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നുകിൽ മതം മാറാം, അല്ലെങ്കിൽ മാറാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് ജസിയ കൊടുത്തുകൊണ്ട് അവിടെ തുടരുവാനുള്ള അവകാശമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ കൊന്നു മാറ്റപ്പെടും. ആ ഒരു രീതിയിലാണ് അവിടെ രണ്ടാം തരം പൗരന്മാരായിട്ട് അവിടെ ജീവിക്കേണ്ടത്. പാവപ്പെട്ട മനുഷ്യർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും. 1921 ഇവിടേക്ക് വന്ന, ഇവിടെ ഒരു മലബാർ കലാപത്തിൻ്റെ സമയത്ത് ഇവിടെ കേരളത്തിൽ തന്നെ നടന്ന സംഭവങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ മതി. അല്ലെങ്കിൽ 90കളിൽ കശ്മീരി പണ്ഡിറ്റിന് ലഭിച്ച അനുഭവങ്ങളൊക്കെ നോക്കിയാൽ കൃത്യമായി ദിവ്യായ സയ്യറിന് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകാവുന്നതേ ഉള്ളൂ.
ജിഹാദ് ബിൽ സെയ്ഫ് അല്ലെങ്കിൽ യുദ്ധത്തിന് ഇടയിൽ നടക്കുന്ന കാഫറുകളെ കൊന്നുകൂട്ടുന്ന തരത്തിലുള്ള ജിഹാദാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജിഹാദായിട്ട്, വാൾ ഉപയോഗിച്ചുള്ള ജിഹാദ്. അല്ലാതെ ജിഹാദ് ബിൽ സെയ്ഫ് എന്ന, അത് ജിഹാദ് ബിൽ നഫ്സ് എന്ന രീതിയിൽ ഇസ്ലാം അഭിനവ ഇസ്ലാമിക സങ്കല്പങ്ങളിലെ പ്രവാചകയായ ദിവ്യ സയ്യർ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ജിഹാദ് അല്ല യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് കൃത്യമായി മനസ്സിലാകും ഈ ബോണ്ടി ബീച്ചിലേക്ക് ഒരു യാത്ര നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ ലോകത്താകമാനം ജൂതന്മാർക്ക് നേരെ നടക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെയൊക്കെ പലസ്തീൻ വികാരത്തോടുകൂടി, ഹമാസിൻ്റെ വികാരത്തോടുകൂടി ജൂതന്മാരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജൂതന്മാരിലേക്ക് കടന്നു കയറപ്പെടുന്നത്. അത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നവുമായി ബന്ധമില്ല. ജൂതന്മാർക്ക് നേരെയുള്ള വെല്ലുവിളികൾ ആദ്യകാലം മുതലേ തന്നെ തുടങ്ങിയാണ്. ജൂതന്മാർക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ഈ രീതിയിലുള്ള സമീപനം തന്നെയാണ് ജിഹാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്, ജിഹാദികളുടെ ഭാഗത്തുനിന്ന്, ഭീകരവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അല്ലാതെ ബദർ യുദ്ധം കഴിഞ്ഞ സമയത്തുണ്ടാകുന്ന ഒരു താൽക്കാലികമായ വികാരമല്ല. ബദർ യുദ്ധം തന്നെ കേവലം ഒരു സാധാരണഗതിയിലെ യുദ്ധമായിരുന്നില്ല, തികച്ചും ഒരു കൊള്ളയടി തന്നെയായിരുന്നു. അവിടുത്തെ കച്ചവടക്കാരെ കൊള്ളയടിച്ച് വിജയം നേടിയെടുത്തതാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്നതിന് മുമ്പ് ഇതിനെയൊക്കെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് വേണം, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയും പോലെ ഇത്തരത്തിലൊന്ന് ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ പറഞ്ഞു നടക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദികൾക്ക് ഒരു ഇടം കൊടുക്കുന്നതിന് തുല്യമാവും. ഇന്ത്യ കൂടി അത്തരത്തിലൊരു ഭീകരവാദ രാജ്യമായി മാറിയാൽ അവിടെ വലിയ മറ്റ് ഭരണങ്ങളൊന്നും നടക്കില്ല. വേറൊരു രീതിയിലുള്ള ഭരണമായിരിക്കും നടക്കുന്നത്. അവിടെ ദിവ്യ സയ്യർ ആയാലും ആരായാലും ഒരേ രീതിയിലുള്ള അടിമകളായി മാത്രം കണക്കാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറും എന്നത് ഒരു താത്കാലികമായ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.